അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ മുത്തുമണികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആനിലെ 6-ാമത്തെ പാഠമാണ്. ഈ 6-ാമത്തെ പാഠത്തിൽ കുട്ടികളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നല്ല രസകരമായ ചില അക്ഷരങ്ങളെക്കുറിച്ചാണ്. ഈ അക്ഷരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ അക്ഷരങ്ങൾ ഒരു ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ, ഒരു പദത്തിൻ്റെ മുന്നിൽ വന്നാൽ, ഈ അക്ഷരത്തിന് ശേഷം വന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിലേക്ക് കെസർ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഈ അക്ഷരം എവിടെ വന്നാലും ആദ്യം ഈ അക്ഷരത്തിൻ്റെ ശേഷം വരുന്ന പദത്തിൻ്റെ അവസാന അക്ഷരത്തിലേക്ക് ഒരു കെസർ കണ്ട് കൊടുക്കും. അത് ഈ അക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മളെ പാഠത്തിൽ തന്നെ നിങ്ങൾ നോക്കി, ഇവിടെ കുറേ മാങ്ങണ്ട്, തത്തുണ്ട്, അല്ലേ? മാഞ്ച, ബബ്ഗ, ബിത്തീഹ, സയ്യാറ, കലൻസുവ, ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകതകൾ ഇതിന് വന്നിട്ടുണ്ട്. സല്ലുണ്ട്, ഷജറുണ്ട്, ജൈബുണ്ട്, ത്വാവിലത്തുണ്ട്, സയ്യാറുണ്ട്, റഹ്സുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഈ അക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ പറയുന്ന പേരെന്നെ ജെറിൻ്റെ അക്ഷരങ്ങൾ എന്നാണ്. കെസർ കൊടുക്കുന്ന അക്ഷരം നമുക്ക് അങ്ങനെ മനസ്സിലാക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ ഹെഡിങ് നോക്കും കുട്ടികളെ. ഫിൽ ജൈബി കലമുൻ, കീശയിൽ പേനയുണ്ട്. ഫിൽ ജൈബി, കീശയിലുണ്ട്, കലമുൻ, പേന. അപ്പോൾ ഫി എന്ന അക്ഷരം വന്നപ്പോൾ ജൈബ് എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരമാകുന്ന ബാഇന് കെസർ കിട്ടി. അപ്പോൾ ബീനായി ഫിൽ ജൈബി കലമുൻ. ഇങ്ങനെ ജെറ് ശേഷം വരുന്ന പദത്തിന് കെസർ കൊടുക്കുന്ന പരിപാടിയാണ് ഈ അക്ഷരങ്ങൾക്കുള്ളത്. അങ്ങനെ ചില അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളെക്കുറിച്ചും കൂടി നമുക്കിതിൽ പരിചയപ്പെടാം. അപ്പോൾ ഹെഡിങ്ങിൽ ഫിൽ ജൈബി, കീശയിലുണ്ട്, കലമുൻ, പേന. ഫിസ്സല്ലത്തി, കുട്ടയിലുണ്ട്, മാഞ്ച, മാങ്ങ. അപ്പോൾ സല്ലത്തി എന്ന പദത്തിൻ്റെ അവസാന അക്ഷരമാകുന്ന താഇന് കെസർ കിട്ടി. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഫീ എന്നത് വന്നിട്ട്. ഫീൻ്റെ അർത്ഥം എന്താ? ഫീൻ്റെ അർത്ഥം ഇൽ എന്ന അർത്ഥത്തിലാണ് വരിക. മറ്റൊന്നിനോട് കൂടുമ്പോഴാണ് അർത്ഥം ക്ലിയർ ആയിട്ട് കിട്ടുക. ഫിസ്സല്ലത്തി, കുട്ടയിൽ. അപ്പോൾ ഇൽ എന്ന അർത്ഥം കുട്ടയിൽ, മാഞ്ച. അപ്പോൾ കുട്ടയിലുണ്ട് എന്ത്? മാഞ്ച, മാങ്ങ. അതിൻ്റെ നേരെ താഴെയുള്ളത് നോക്കൂ. ഫിൽ ജൈബി, കീശയിലുണ്ട്, കലമുൻ, പേന. അപ്പോൾ ജൈബ് എന്ന പദത്തിനിക്ക് കെസർ കിട്ടി. അതെങ്ങനെ കിട്ടിയത്? ഫി എന്ന അക്ഷരം കൊണ്ട്, ജെറിൻ്റെ അക്ഷരം കൊണ്ട്. അപ്പോൾ ജൈബ് എന്നതിന് കെസർ കിട്ടിയത് എങ്ങനെയാണ്? ജൈബിൻ്റെ ബാക്ക് അത് ഫീ കൊണ്ട് കിട്ടിയതാണ്. ഇനി അതിൻ്റെ താഴെ നോക്കി നല്ല ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നു. സയ്യാറ. ഫിസ്സയ്യാറത്തി സവ്വാക്കുൻ. ഫിസ്സയ്യാറത്തി, കാറിലുണ്ട്, സവ്വാക്കുൻ, ഡ്രൈവർ. അപ്പോൾ സയ്യാറത്തി എന്ന പദത്തിൻ്റെ അവസാന അക്ഷരമാകുന്ന താഇനിക്ക് കെസർ കിട്ടിയത് ഫി എന്ന അക്ഷരം കൊണ്ടാണ്. ഇനി അടുത്തത് അലശജറത്തി ബബ്ആഉൻ. മരത്തിൽ തത്തയുണ്ട്. അലശജറത്തി, മരത്തിൻ്റെ മേലിലാണ്, ബബ്ആഉൻ, തത്ത. അപ്പോൾ ഷജറ എന്ന പദത്തിൻ്റെ അവസാന അക്ഷരമാകുന്ന തീ എന്നതിന് താഇന് കെസർ കിട്ടിയത് അല എന്ന അക്ഷരം കൊണ്ടാണ്. അതിങ്ങനെ ജെറ് ചെയ്യുന്ന സാധനമാണ്, അക്ഷരമാണ് അല. അതേപോലെ തന്നെ ഫീയും. ഇനി അലത്വാവിലെത്തി, മേശമേലുണ്ട്. അപ്പം മേൽ എന്ന അർത്ഥത്തിനേക്കാണ് അല വരിക. ഇൽ എന്ന അർത്ഥത്തിനേക്കാണ് ഫീ വരിക. അപ്പോൾ അലത്വാവിലെത്തി, മേശമേലുണ്ട്, ബിത്തീഹത്തുൻ, വത്തക്ക. അപ്പോൾ അലത്വാവിലെത്തി എന്ന തോവിലത്തിൻ്റെ അവസാന അക്ഷരമാകുന്ന താഇനിക്ക് കെസർ കിട്ടിയത് എന്തുകൊണ്ടാണ്? അല കൊണ്ട്. അലൻ്റെ അർത്ഥം എങ്ങനെയാണ്? മേൽ എന്ന അർത്ഥത്തിന് വരിക. അലർസി, തലമ്മലുണ്ട്, കലൻസുവത്തുൻ, തൊപ്പി. അപ്പോൾ തൊപ്പി എവിടെയാണ്? അലർസി, തലമ്മലാണ്, കലൻസുവത്തുൻ, തൊപ്പി. അപ്പോൾ റസി എന്നതിൻ്റെ അവസാന അക്ഷരമാകുന്ന സീന് കെസർ കിട്ടിയത് അല കൊണ്ടാണ്. അലൻ്റെ അർത്ഥം ഏകദേശം മേൽ എന്നർത്ഥം വരും. ഫീ എന്നതിന് ഇൽ എന്ന അർത്ഥമാണ് ഏകദേശം കിട്ടുക. ഇനി അടുത്ത പേജ് മറിച്ച് നോക്കൂ. ഫീ ബൈത്തി ദറാജത്ത്. അത് നമുക്കിങ്ങനെ വായിക്കാം. ഹയ്യ നക്രോ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഫീ ബൈത്തി ദറാജത്തുൻ, എൻ്റെ വീട്ടിൽ സൈക്കിളുണ്ട്. അപ്പോൾ ബൈത്തി എന്നതിൻ്റെ താഇന് എന്ത് കിട്ടി?
കെസ്റ് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഫീ കൊണ്ട്. ബൈത്തി, യാ എൻ്റെ എന്നർത്ഥം കാണിക്കാനാണ്. ബൈത്തിൻ്റെ എനിക്ക് കെസ്റ് കിട്ടിയത് ഫീ കൊണ്ട്. ഫിൽ മദ്രസത്തി അസ്തികാഉ, ഫിൽ മദ്രസത്തി മദ്രസയിലുണ്ട്, വിദ്യാലയത്തിലുണ്ട്, അസ്തികാഉ കൂട്ടുകാർ. അപ്പോൾ ഫിൽ മദ്രസത്തി മദ്രസത്തിൻ്റെ ഇനി കെസ്റ് കിട്ടിയത് ഫീ കൊണ്ടാണ്. അലായതി എൻ്റെ കൈമലുണ്ട്, സാഅത്തുൻ വാച്ച്, എൻ്റെ കൈമൽ എന്തുണ്ട്? വാച്ച് ഉണ്ട്. അപ്പോൾ യദ് എന്നതിൻ്റെ ദാലിന് കെസ്റ് കിട്ടിയത് അല കൊണ്ട്. അലാ റഅ്സി കലൻസുവ, എൻ്റെ തലമ്മൽ തൊപ്പിയുണ്ട്. അപ്പോൾ എൻ്റെ തലമ്മലാണ് കലൻസുവത്തും തൊപ്പി. അപ്പോൾ അലാ റഅ്സി എൻ്റെ തലമ്മലാണ് കലൻസുവത്തും തൊപ്പി. അപ്പോൾ റഅ്സ് എന്നതിൻ്റെ സീനിന് കെസ്റ് കിട്ടിയത് അല എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്ന അർത്ഥത്തിനും അല എന്ന് പറഞ്ഞാൽ മേൽ എന്ന അർത്ഥത്തിനും. ഇനി അതൊന്ന് നമുക്ക് നോക്കുക, അതൊന്ന് പൂരിപ്പിച്ചു കൊടുത്തു നോക്കുക. ഇപ്പോൾ നോക്കൂ, ഡാഷ് അസല്ലത്തി മൗസുൻ, കുട്ടയിൽ പഴമുണ്ട് എന്ന് കിട്ടണം. അപ്പോൾ കുട്ടയിൽ മൗസുൻ പഴമുണ്ട് അല്ലേ, കുട്ടയിൽ പഴമുണ്ട്. അപ്പോൾ കുട്ടയിൽ എന്ന അർത്ഥം കിട്ടുമാണ്. സല്ലത്തിനിക്ക് കെസ്റ് കൊടുത്തിക്കണല്ലോ താഇന്. അപ്പോൾ കെസ്റ് കൊടുത്തപ്പോൾ അലയോ ഫീയോ ആണ് വന്നിട്ടുണ്ടാകുക. അപ്പോൾ എന്ന അർത്ഥം നമുക്ക് കിട്ടേണ്ടത്. കുട്ടയിലാണ് മൗസുൻ പഴം. അപ്പോൾ ഫിസ്സല്ലത്തി. ഇനി അതിൻ്റെ നേരത്തായ ബാഗാണ് അല്ലേ. ബാഗിൽ അൽ ഹക്കീബത്തി, ബാഗിൽ കിതാബുൻ പുസ്തകമുണ്ട് എന്നാണ് കിട്ടേണ്ടത്. ബാഗിൽ പുസ്തകമുണ്ട്. അപ്പോൾ ബാഗിലുണ്ട് കിതാബുൻ പുസ്തകം. അപ്പോൾ എന്ന അർത്ഥം തന്നെയാണ് അവിടെ ബാഗിൽ. അപ്പോൾ ഫിൽ ഹക്കീബത്തി, ബാഗിലുണ്ട് കിതാബുൻ പുസ്തകം. ഇനി മേശമേൽ ഒരു പപ്പായ ഉണ്ട്. പപ്പായ മേശമേൽ വെച്ചിരിക്കണ്, മേശൻ്റെ മുകളിലാണ്. അപ്പോൾ നോക്കൂ, ഡാഷ് അത്വാവിലെത്തി ബബായ, മേശമേലാണ് ബബായ ഉള്ളത്. അപ്പോൾ മേൽ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ അല ചേർത്തി കൊടുക്കുക. അലത്വാവിലെത്തി ബബായ, മേശമേൽ പപ്പായ ഉണ്ട്. അപ്പം മേശമേൽ എന്ന് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തായിട്ട് അയിമത്തന്നെ ആയിട്ട് കിട്ടണമെങ്കിൽ അല വെച്ച് കൊടുക്കുക. അലത്വാവിലെത്തി മേശമേൽ. ഇനി അശജറത്തി ബബ് ആവുൻ, മരത്തിൽ തത്ത, മരം തത്തല്ലേ. അപ്പോൾ തത്ത എവിടെയാണ്? മരത്തുമേലാണ് തത്ത എന്ന് പറയാൻ പറ്റണം. അപ്പോൾ എവിടെ എന്താ കൊടുക്കുക? മരത്തുമേൽ. അലശജറത്തി ബബ് ആവുൻ, മരത്തുമേൽ തത്തയുണ്ട്. അപ്പോൾ തത്ത അലശജറത്തി, മരത്തുമേലാണ്, ബബ് ആവുൻ തത്ത. ഇനി നെക്റോ മിനൽ ഖുർആനി, ഖുർആൻ ഒന്ന് വായിച്ചു നോക്കുക. ഖുർആനിൽ 2 ആയത്ത് കൊടുത്തിരിക്കണം. അതിൽ നമുക്ക് ആയത്തിൻ്റെ അർത്ഥം നല്ല പ്രധാനമായിട്ട് ഇവിടെ വിഷയമായിട്ട് വരുന്നത്. നമുക്കിവിടെ വിഷയമായിട്ട് വരുന്നത് കെസ്റ് ചെയ്യുന്ന, ജറ് ചെയ്യുന്ന അക്ഷരം ഇതിലെവിടെയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ആ അക്ഷരം വന്നപ്പോൾ ശേഷമുള്ള പദത്തിനിക്ക് കെസ്റ് കിട്ടിയിക്കണോ, അതുമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഫീ സുദൂരി നാസി, ജനങ്ങളുടെ ഹൃദയത്തിൽ. അവിടെ ഹൃദയത്തിൽ എന്ന് കിട്ടിയത് ഫീ വന്നതുകൊണ്ടാണ്. ഫീ ആണ് അവിടുത്തെ ജറിൻ്റെ അക്ഷരം. സുദൂർ എന്നതിനിക്ക് കെസ്റ് കിട്ടിയത്, സുദൂരി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഫീ വന്നപ്പോൾ സുദൂറിൻ്റെ അവസാന അക്ഷരമാകുന്ന റാഇനിക്ക് കെസ്റ് കിട്ടി. ഫീ സുദൂരി. വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിൻ്റെ മേൽ അവർ പ്രേരണ കൊടുക്കൂല, അവൻ പ്രേരിപ്പിക്കൂല. അപ്പോൾ അവിടെ ത്വആമിന് കെസ്റ് കിട്ടി. ത്വആമിൻ്റെ മീമിന് കെസ്റ് കിട്ടാൻ കാരണം എന്താണ്? അല വന്നതുകൊണ്ട്. ഇനി നേരെ താഴെയുള്ളത് അല എന്ന് ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. അല എന്താണ്? ജറിൻ്റെ അക്ഷരമാണ് എന്ന് പറയുക. അലയും ഫീയൊക്കെ ജറിൻ്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ ശേഷമുള്ള പദത്തിലേക്ക് കെസ്റ് കൊടുക്കുന്ന അക്ഷരമാണ്. അപ്പോൾ അല 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 നല്ല വൃത്തിയായിട്ട് എഴുതുക. അതുപോലെ ഫീ 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 എന്ന് വൃത്തിയായിട്ട് അതിൻ്റെ ആ രൂപത്തിൽ തന്നെ തെറ്റാതെ എഴുതി വരിക കേട്ടോ. എന്നാൽ നല്ല ഉഷാറാവും. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ആകെ പഠിച്ചത് ജറിൻ്റെ അക്ഷരങ്ങളായ ഫീ അല, ഈ 2 പദങ്ങളെയാണ്, 2 അക്ഷരങ്ങളെയാണ്. ഈ അക്ഷരങ്ങൾ അതിൻ്റെ ശേഷം വരുന്ന പദത്തിനിക്ക് കെസ്റ് കൊടുക്കും. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഉസ്താദിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കൂലല്ലോ.